എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു കുടുംബത്തിലേക്ക് സ്വാഗതം. ഇപ്പം സമയം 5:30 മണി. വീട്ടിനകത്ത് അങ്ങനെ ഇരുന്നപ്പം വിചാരിച്ചൊന്ന് വെളിയിലോട്ടിറങ്ങാം. ഇരുന്നപ്പം എന്നൊക്കെ പറയുന്ന തിരുവനന്തപുരം ഭാഷ. അങ്ങനെ വിചാരിച്ചൊന്ന് വെളിയിലോട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മളിവിടെ വാഴകളൊക്കെ കൃഷി ചെയ്ത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ലിയോൽ അവിടെയൊക്കെ ഓടി നടപ്പുണ്ട് ഇവിടെ. പക്ഷെ ഒരു വാഴ പോലും അവൻ നശിപ്പിക്കില്ല. അതാണ് അവനറിയാം ബൗണ്ടറീസ്. വാഴയുടെ അകത്ത് കയറില്ല, സൈഡിനൂടെ നടക്കും. അവൻ എങ്ങനെയാണ്. ലിയോ കാം ബാ 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 ഞാൻ പോണേ. ലിയോ അവിടെ വേറെ ബിസിനസ് നടക്കുകയാണ്. അവിടെ എന്തോ പരിപാടിയുണ്ട്. അങ്ങനെ വിചാരിച്ച് വാഴ മൊത്തം ഏത്തവാഴയാണ്, ഫുള്ള് ഏത്തവാഴ. നമ്മളതല്ല കേട്ടോ, ഓണർ ഉടയം വെച്ചിരിക്കണതാണ്. നമ്മളതല്ല, നമ്മൾ വാടകയ്ക്കാണ്. അപ്പോൾ ഓണർ ഇവിടെ ഫുള്ള് ഏത്തവാഴ വെച്ച് 125 വാഴയൊക്കെ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു അരപ്പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്താ അപ്പം ഏകദേശം പകുതിയായി. ഇപ്പോൾ വളമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഇതിലേ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു പരിപാടിയാണല്ലേ വാഴക്കൃഷി. വാഴക്കൃഷി എല്ലാം ഇല പിണ്ടി അല്ലേ, അങ്ങനെ എന്തൊക്കെയല്ലേ സാധനങ്ങളുടെ പേര്. അത് ഏത്തവാഴ, അതിൻ്റെ കൂമ്പ് ഇതെല്ലാം എല്ലാം എടുക്കാം. പക്ഷെ ഏത്തവാഴയാണ് കയ്പ്പെന്ന് എനിക്കറിയാൻ വയ്യ. അതിൻ്റെ കൂമ്പേ ഏത്തവാഴ വെച്ചാൽ മറ്റേ തേൻ വിരിഞ്ഞ് വരും. അപ്പം റോബസ്റ്റ് ആണോ ഏത്തയാണോ നല്ലതെന്ന് എനിക്ക് അത്ര അറിയാൻ വയ്യ. ഏതിനോ ഒരെണ്ണം കയർപ്പുണ്ട്, കയ്പ്പ്. മനസ്സിനൊക്കെ ഒരു സുഖം ഒഴുകി വരും. സുഖം ഒഴുകി 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 വരും. അങ്ങനെ അമ്മ ഇവിടെ ചക്ക ഉണ്ടല്ലേ. ചക്ക ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരണ ആദ്യമായിട്ടാണ്. ഇത്ര ഒരു വർഷം കഴിഞ്ഞു. കാടെടുത്തല്ലേ, കാട് JCB കൊണ്ടുവന്ന് ഇടുക്കി മൊത്തത്തിൽ നല്ല മൈതാനമാക്കിയതിന് ശേഷമാണ് ഒരു വാഴ വെച്ചത്. അപ്പം ഞങ്ങൾക്ക് എന്തോ ചെയ്യാന്നറിയാം. വാടകയ്ക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് ചക്ക കാണുന്നത്. ഇവിടെ ചക്ക ഉണ്ടായിരുന്നു ശരിക്കും. നമ്മൾ തിന്നിട്ടൊക്കെ 2 വർഷം കഴിഞ്ഞു. ചക്ക ഇത് പഴുപ്പിക്കാവേ നമുക്ക്. എന്നാലും ചക്കയല്ലേ, ഉടയോ പൊട്ടിച്ച്. അയ്യോ എറുമ്പ് മുകളിലോട്ടൊക്കെ ഉണ്ട്. മുന്നൊക്കെ ഓരോന്നൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു മാവ്. ഇത് അവർ നിർത്തിയിരിക്കുന്നതാണ്. ബാക്കിയെല്ലാം എടുത്ത് കളഞ്ഞായിരുന്നു. മാവുകളും ഇല്ല. തേക്ക് തേക്കുണ്ട്. ഈ ലിയോയെ കാരണമാണ് ഇവിടെ കിടക്കുന്നത്. ലിയോയെ ഇതാകുമ്പോൾ ചുറ്റും മതിലാണ്. ഈ വീട്ടിൽ തോനെ പെരേടമുണ്ട്, ഒരുപാട് പെരേടമുണ്ട്. 40 സെൻറ്റാണ്. അപ്പോൾ അത് ചുറ്റും മതിലും ഉള്ളത് കൊണ്ട് ലിയോ ഇതിനകത്ത് ഓടി കളിക്കുമല്ലോ. മതിലും ഉണ്ട്, ഗേറ്റും ഉണ്ട്. പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ഗേറ്റും മതിലും ഒക്കെ ഉള്ള വീട് കണ്ടെത്തണം. വീട് കണ്ടെത്തണം. പക്ഷെ ഇത് വാടകയൊക്കെ ഇത്തിരി കൂടുതലാണ്. അങ്ങനെ വയണയിലേടി എവിടെ? ഓ മാൻ, ശരിക്കും വയണയിലാണോ അത്? എന്നാ നമുക്ക് ഇല പറിച്ച് വയണയിലപ്പം ഉണ്ടാക്കിയാലോ? ആണോ? അടിപൊളി. പക്ഷേ ഇതിൽ കണ്ണ് വീണ് നല്ല അല്ല, നല്ല ഇലയുണ്ട് അപ്പുറത്ത്. ഇന്ന് വയണയിലപ്പം ഇന്നുണ്ടാക്കോ പ്ലീസ് മമ്മി. സർപ്രൈസ്. കണ്ണ് വീണ കുഴപ്പമില്ല, എടുത്ത് കളഞ്ഞില്ല കേട്ടാ. ഞാൻ ഇന്നാണ് കാണുന്നത്. ഇനി അവർ കാണാത്തോണ്ടാണോന്ന് അറിഞ്ഞൂടാ. മുകളിലോട്ടൊക്കെ നല്ല ഇലയുണ്ടമ്മ. ഇവിടെ പൊടിച്ചതാണ്. ശരിക്കും നമ്മളെ വീട് മിസ് ചെയ്യണല്ലേ. നമ്മളെ വീട്ടിൽ ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ട് നട്ടി തൊഴിലുറപ്പിന് ചക്ക മാങ്ങ എല്ലാം ഉണ്ട്. എന്തൊരു സാധനം ഉണ്ടെങ്കിലും തൊഴിലുറപ്പിന് പോകുന്നിടത്തുനിന്ന് ഞാൻ കൊണ്ടുവന്ന് ചെറിയൊരു ഇതായിരുന്നു. എറുമ്പുണ്ട്, എറുമ്പിനെ കടിച്ച്. ഈ വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചത് നന്നായി. ഇല്ലെങ്കിൽ നമുക്ക് ഈ വയണയിൽ ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. അത് ശരിയാണ്. ഇനി എന്തോരൊക്കെ ഉണ്ടെന്ന് ഇനി അറിയാൻ വയ്യ. എന്തരൊക്കെയാണ് ഉള്ളത് നമുക്ക് അറിയാൻ വയ്യ. ഞാൻ പറയട്ടെ എന്തരൊക്കെയാണ് ഇനി ഈ പെരേടത്തി ഉള്ളതെന്ന്. ഇന്നാണ് ഞാൻ കാണുന്നത്. കാട് പോയതിന് ശേഷമാണ് ഇന്ന് ഇങ്ങോട്ട് വരണത്.
പക്കാ തിരുവനന്തപുരം അല്ലേ? തിരുവനന്തപുരം. പക്കാ തിരുവനന്തപുരം. ഇങ്ങനെ ഇത് രണ്ട് സൈഡും ഇങ്ങനെ ഇത് വഴി വിട്ടിട്ടുണ്ട് കണ്ട. വഴിയാ? ഇടയ്ക്ക് വയനയില കിട്ടി. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ലിയോ അങ്ങോട്ട് പോയി. തേങ്ങയൊക്കെ വന്ന് അടത്തോണ്ട് പോയി. ഇവിടെ അവിടെയൊക്കെ ആരൊക്കെയോ തൂക്കുന്നുണ്ട് കേട്ടോ. അതാ നമുക്ക് അറിയാം. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ എത്ര 1.5 വർഷം കണ്ട ഇവിടെ വന്നിട്ട് എനിക്ക് ആരെയും അറിഞ്ഞൂടാ, ആരെയും പരിചയമില്ല നമുക്ക്. അവിടെയൊക്കെ പട്ടികൾ. ഇവിടെ ലിയോ വിളിക്കുമ്പോ അവിടുത്തെ പട്ടി. അത് അവര് ഈ വാങ്ങിക്കണതാണ്. നമ്മളത് കാട്ടുവാസി. ഇതോ കാട്ടുവാസി ചാടടാ. ലിയോ 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 ഇവ എന്നെ കടിക്കും ചിലപ്പോ. ആ എന്നാ എല്ലാവർക്കും ഉണ്ടായി. അവന് അപ്പോഴെപ്പോഴും പോയത്. ഈ ഒരു സാധനേ, ഏ സാധനം ഇതാണ് എന്തെന്ന് പറയണ ഈ ഒരു സാധനം. കുറുന്തോട്ടി എന്തോന്നാ അതിന്റെ പേര് അല്ലേ? കിഴങ്ങ്. അതാ കിടക്കണ ആ കിഴങ്ങ്. എന്തോ ഒരു മണം താണ്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതെന്തോന്ന് അരച്ച് കുറുക്കി എങ്ങനെയും കണ്ട കൊച്ചുങ്ങൾക്ക് എന്തോ ഇഷ്ടം പോലെ കിടക്കണ കണ്ടാ. അന്ന് അവള് വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു ഇതായിരുന്നു, അന്ന് ഇല്ലായിരുന്നു ഇവിടെ. ഇത് കറക്റ്റ് പഠിക്കണം. ഇതാ തഴുതാമ വയ്ക്കണം. തഴുതാമ ലിയോ എന്നാ കൊണ്ടുപോ. അതിന് വേണ്ട. തഴുതാമ ഉണ്ടോ? തഴുതാമ. എൻ്റെ പയറ് കണ്ട. പയറ് എനിക്ക് ആരും തന്നതല്ല. എനിക്ക് മുമ്പ് ഇഷ്ടം പോലെ പയറ് കൃഷി ഉണ്ടായിരുന്നു. എനിക്കുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ വാടകയ്ക്കൊക്കെ വന്ന് കിടക്കേണ്ട അവസ്ഥ വന്നപ്പോൾ പിന്നെ ഒന്നും ഇല്ലാതെയായി. ഒരു സ്ഥലത്ത് നിന്ന് പയർ വാങ്ങിച്ചു, പൈസ കൊടുത്ത് വാങ്ങിച്ച്, ഒരു കവറിന് 40 രൂപ വെച്ചിട്ട് വാങ്ങിച്ച് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നട്ടുതാണ്ട ഉരുട്ടിച്ചു പോയി മൊത്തവും. അത് ആദ്യമേ ഞാൻ പറഞ്ഞു പന്തലാക്കാന്നൊക്കെ. പിന്നെ അതുപോലെ ചീര നട്ട്. എൻ്റെ ചീര അത്രയും പോയി. ഇതിന്റെ കൂടെ ഞാൻ നട്ട ചീര തോരനും വെച്ച് തിന്നു നമ്മൾ. അങ്ങനെ നട്ട ശരിയായില്ല. അതങ്ങനെയാണ്. അപ്പൊ 2-3 പയർ കാച്ചിയോ. കാച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. ഉമ്മാര് ചീര ടോർച്ച് സമ്പാദിച്ച ചീരകളായി. നമ്മുടെ ഓണർ പറഞ്ഞ് അവിടെ നട്ടടത്ത് വഴിയായിപ്പോയി, മാറ്റി നടാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുവന്നതാ ഈ മണ്ണിൽ കൊണ്ടുവന്ന് നട്ട അതും പോയി. അതെൻ്റെ മുളക്, ഇതെൻ്റെ മുളക്. ഞാൻ ഇങ്ങനെ ഇതൊക്കെ വെച്ച്. പിന്നെ അടുത്തത് ഉഴുന്ന്. ശരിക്കും ഉഴുന്ന് തന്നെയാണോ അമ്മ? അന്നെടുത്ത് അതിന് തുറന്ന് കാണിക്കാൻ തോന്നുന്നു. ഉഴുന്നു ഇങ്ങനെ പൊളിക്കണണ്ട. ഉഴുന്നാണ് ഈ വിട്ട് കുത്ത. ഇതാണ്ട ഉഴുന്ന്. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇതിന് പ്രാവിനൊക്കെ പയറ് ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പം പയറെല്ലാം അവർ കഴിക്കും. ഉഴുന്നെന്തോന്ന് ഈ അവരുടെ ഇടന്നിട്ട് ഇതാ ഇഷ്ടം പോലെ കാച്ചി ഇടന്നു കേട്ടോ. അത് കാണാൻ എന്തൊരു ഭംഗി. അടുത്ത കാണിച്ചത് വേണ്ട. ഇപ്പം ഇത് മൊളിയണം മൊളിയണം എന്നൊക്കെ തന്നെ പറഞ്ഞു. ഓക്കെ, തിന്നു നോക്കട്ടാ. തിന്നണ്ട തിന്നല്ലേ അമ്മ. ഉഴുന്ന് പച്ച സാധനം നല്ലതല്ലേ. നമുക്ക് ഒരു ദിവസം ഇത് വെക്കാം. എന്തോന്നാണ്? മൊളിയമ്പം. ഇത് മൊളിയുമ്പം അമ്മ അതിൽ ദോശ ചുട്ട് കാണിച്ചു തരുന്നതാണ്. കൊള്ളാം, പൊളി. ഇതൊക്കെ തന്നെ നമ്മളെ വിശേഷങ്ങൾ. ചൂടെടുക്കുന്നു, ഭയങ്കര ചൂട്. മഴയ്ക്കുള്ള ഇനി എനിക്ക് കട്ടൻ ചായ കുടിക്കണം. പയർ അവിച്ചതിരിക്കുന്നു, അത് കഴിക്കണം. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലേ? ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഉണ്ട്, കുറച്ചുകൂടെയൊക്കെ ജോലി ഉണ്ടാകും. ഒക്കെ വൃത്തിയാക്കാൻ പോകും. ഇന്ന് തുടയ്ക്കണമെന്നുണ്ട്. അവിടെ ഈ കാട് എടുക്കുന്നതിനനുസരിച്ച് കാട് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതെൻ്റെ തക്കാളി. ഞാനവിടെ മല്ലി ഒന്നും പൊടിച്ചില്ല. അവിടെ മല്ലി പാവിയിട്ട് കാണാൻ പോലും ഇല്ല. ഇപ്പം നടന്നതൊന്നും പൊടിക്കൂല. അവിടെ വെച്ചിട്ടാണെങ്കിൽ എല്ലാം പൊടിക്കും. കറിവേപ്പില എത്ര മൂടുണ്ട്? 50 മൂട് വരും. ഒട്ടും വരിയ. ഇപ്പം ഇവിടെ വന്നിട്ട് ഞാൻ കരിവേപ്പില
പച്ചക്കറി കടയിൽ നിന്ന് ചോദിച്ചാണ് മേടിക്കുന്നത്. വാവിട്ട് തമിഴ്നാടിൻ്റെ കരിയപ്പല മേടിക്കും. എന്താ ഇനി നമുക്കേ ഒരു 2 സെൻറ്റ് ഒരു വീടും ആയതിന് ശേഷം ഞാൻ 2 സെൻറ്റിൽ ഒരു കുഞ്ഞു മാടം, ഒരു കുഞ്ഞു വീട്, ഒരു ഷെഡ് ഒരു റൂമായിരുന്നാൽ എല്ലാം വാരി അതിനകത്ത് നമ്മൾ സാധനങ്ങൾ തുണികളൊക്കെ ഉള്ളു കേട്ടോ, വേറെ ഒന്നുമില്ല. എല്ലാം വാരി അതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഒരറ്റത്ത് കിടത്തിയിട്ട് തിരിത ആ പെരയിടത്തിൽ ബാക്കിയുള്ളിടത്ത് നമ്മളെല്ലാം നടും. മുളക്, ചീര, പയർ ബാക്കിയുള്ള ആ സ്ഥലത്ത് നടും. പോരെ? ഓക്കെ. അപ്പോൾ ഗായ്സ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈവനിങ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ, ടാറ്റാ.